റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കള്ള് ഷാപ്പുകളെ ലൈസൻസ് നേടുന്നതിനായി എറണാകുളത്തെ പിറവം റേഞ്ചിലും വ്യാജ സമ്മതപത്രം നൽകിയെന്ന കണ്ടെത്തൽ. ഒന്നാം ഗ്രൂപ്പിലെ ഷാപ്പുകളിൽ ലൈസൻസിനായി സമർപ്പിച്ച 9 സമ്മതപത്രങ്ങളിലും ഒരേ കൈയക്ഷരമാണ്. പനയില്ലാത്ത തോട്ടങ്ങളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് വ്യാജരേഖ തയ്യാറാക്കിയത്. പരിശോധന നടത്താതെയാണ് എക്സൈസ് ലൈസൻസ് നൽകിയതെന്ന വിവരം പുറത്തുവരികയാണ്. സമ്മതപത്രത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നും സ്വന്തം പറമ്പിൽ പന പോലുമില്ല എന്നും സമ്മതപത്രത്തിൽ പേരുള്ള തോട്ടം ഉടമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഷാപ്പിൽ കള്ള് ചെത്തുന്നതിന് വേണ്ടിയിട്ട് ചേട്ടൻ എന്തെങ്കിലും സമ്മതപത്രം കൊടുത്തായിരുന്നോ പറമ്പിൽ പന ചെത്താൻ? ഇപ്പൊ ഈ മാർച്ചിൽ കൊടുത്തിട്ടില്ല. ചേട്ടന്റെ പറമ്പിൽ പന ചെത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് രേഖകൾ കൊടുത്തേക്കുന്നത്, സമ്മതപത്രം കൊടുത്തേക്കുന്നത്. അത് അവിടെ പിന്നെ ഒന്നാം ഗ്രൂപ്പിലെ ഷാപ്പിൽ എന്തായിരുന്നു ലൈസൻസിയുടെ പേര്? പിന്നെ അഭിലാഷ് എന്നാണ്. ഞാൻ കൊടുത്തിട്ടില്ല മാഷെ. ഇല്ല അല്ലേ? കൊടുത്തിട്ടില്ല. എന്റെ പറമ്പിൽ 10 പന ചെത്താനും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കൊടുത്തിട്ടുമില്ല, എനിക്കറിയില്ല. റാംഷാ CP വിവരങ്ങളുമായി. റാംഷാ, സമാനമായ സംഭവം ആദ്യം തന്നെ റാംഷ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മൂവാറ്റുപുഴയിലായിരുന്നു. ഇപ്പോൾ പിറവത്തും അതേ രീതിയിൽ തന്നെ ലൈസൻസിൽ വ്യാജ സമ്മതപത്രം എന്നുള്ള വിവരം എന്താണ് അറിയാനാകുന്നത്? ഇത് കൃത്യമായും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി തന്നെ നടക്കുന്ന കാര്യമല്ലേ? തീർച്ചയായും സ്മൃതി, അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ റേഞ്ചിലെ 9, 12 ഗ്രൂപ്പുകളിൽപ്പെടുന്ന ഷാപ്പുകൾ സമർപ്പിച്ച വ്യാജരേഖയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇതാ പിറവം റേഞ്ചിലും സമാനമായ നിലയിലുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അതായത് വ്യാജ സമ്മതപത്രം നൽകിയാണ് ഈ പിറവം റേഞ്ചിലെ 1-ാം നമ്പർ ഗ്രൂപ്പിൽപ്പെടുന്ന ഷാപ്പുകൾക്ക് ലൈസൻസ് നേടിയെടുത്തത് എന്നതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വാർത്ത. നമ്മളിപ്പോൾ കഴിഞ്ഞ സമയം സംസാരിച്ചത് അവിടെ ഈ സമ്മതപത്രത്തിൽ ഒപ്പിട്ടുവെന്ന് പറയുന്ന ഒരു തോട്ടം ഉടമയുമായിട്ടാണ്. അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട്, സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട് തന്റെ പറമ്പിൽ പനയില്ല, പന ചെത്തുന്നില്ല, അങ്ങനെ ഒരു സമ്മതപത്രത്തിലും താൻ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുമുണ്ട്. അതായത് വ്യാജ രേഖകൾ ചമച്ച്, വ്യാജ സമ്മതപത്രങ്ങൾ ചമച്ചാണ് ഇവർ ഇത്തരത്തിൽ ഈ ലൈസൻസ് നേടിയെടുത്തിരിക്കുന്നത് എന്നതാണ്. അഭിലാഷ് ശശി എന്നതാണ് ഈ ലൈസൻസിയുടെ പേര് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത മൂവാറ്റുപുഴ റേഞ്ചിലെ 12-ാം ഗ്രൂപ്പിൽപ്പെടുന്ന ഷാപ്പുകളുടെ ഉടമയുടെ മകനാണ് ഈ പിറവം റേഞ്ചിലെ 1-ാം ഗ്രൂപ്പിൽപ്പെടുന്ന ഷാപ്പുകളുടെ ലൈസൻസി എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവർ വലിയ ഒരു ക്രമക്കേടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് എക്സൈസിന്റെ കൂടി അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ മൗനസമ്മതത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എക്സൈസ് നിയമപ്രകാരം ഇവർ ഈ തോട്ടങ്ങളിൽ നേരിട്ടെത്തി ചെത്തുന്ന പനയ്ക്കും തെങ്ങിനും നമ്പർ ഇട്ട് നൽകണം എന്നതാണ് നിയമം. പക്ഷേ അത്തരത്തിൽ ഈ പറമ്പിന്റെ അല്ലെങ്കിൽ തോട്ടത്തിന്റെ സമീപത്തു കൂടിയെങ്കിലും ഇവർ പോയിരുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു പനയില്ല എന്നും 10 പന വീതം ചെത്തുന്നുണ്ട് എന്നതാണ് രേഖകളിൽ കാണിക്കുന്നത്. ഒരു പന പോലും അവിടെ ഇല്ല എന്നത് ആ സൈറ്റിൽ ഒന്ന് എത്തിയാൽ, ആ സൈറ്റിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ അവിടങ്ങളിലൊന്നും എത്തിയിട്ടില്ല. ഇത് പരിശോധനകളൊന്നും കൂടാതെയാണ് ഇങ്ങനെ ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഈ ഷാപ്പുകളിലെല്ലാം ഇപ്പോൾ കള്ളളക്കുന്നുണ്ട്. ഒരു പന പോലും ഇല്ലാത്ത, ഒരു പന പോലും ചെത്താത്ത ഈ ഷാപ്പുകളിൽ എവിടെ നിന്നാണ് കള്ളെത്തുന്നത് എന്ന ചോദ്യമാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതിന് ഉത്തരം പറയേണ്ടത് എക്സൈസ് ഉദ്യോഗസ്ഥർ കൂടിയാണ്. ഏതായാലും വലിയ ക്രമക്കേട് ഈ ഷാപ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട് പിറവം റേഞ്ചിലുണ്ടാകുന്നുണ്ട്, മൂവാറ്റുപുഴ റേഞ്ചിലുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ രേഖകളിലെല്ലാം ഒരേ കൈയക്ഷരമാണ്. ഒന്ന് പരിശോധിച്ചാൽ, ഒറ്റ നോട്ടത്തിൽ ഒന്ന് മറിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ കൃത്രിമ രേഖകൾ ചമച്ചിരിക്കുന്നത്. കാരണം എല്ലാത്തിലും ഒരേ കൈയക്ഷരം, ഒരേ ആൾ എഴുതി ഒപ്പിട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി. അതാണ് 9 സമ്മതപത്രങ്ങളിലും ഒരേ കൈയക്ഷരമാണ്, പനയില്ലാത്ത തോട്ടങ്ങളും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് പിന്നാലെ പിറവത്തും സമാനമായ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. റാംഷാ CP ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.